ബിഗ് ബോസ് സീസൺ 7 കഴിയുകയും ചെയ്തു. 8 തുടങ്ങാറുമായി. എന്നിട്ട് വിന്നറായ ആളോടുള്ള ആ കുശുമ്പും വിദ്വേഷവും കുന്നായ്മയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മാറിയിട്ടുമില്ല. വിജയിച്ച അനുമോളാണെങ്കിലോ തന്റെ ജോലിയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പൊ നാടൻ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടേക്കാണോട്ട് വരുന്നത്, എറണാകുളത്തേക്ക് വരുന്ന, ആലുവയിലേക്ക്. ഞങ്ങൾ കൊച്ചിക്കാരെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത് കണ്ടോ. ഒട്ടും കുശുമ്പും കുഞ്ഞായ്മയും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു ഞാൻ. അങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടാവുമോ എന്നിങ്ങനെ വിചാരിച്ചേക്കുന്നത്. അപ്പോഴാണ് ഒരാളെ കണ്ടത്. ആള് ശൂന്യാകാശത്ത് നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ രോദനാണ് കേട്ടോ. നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുസാറിനും ടീമുകൾക്കും എന്റെ 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുക്കും. ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ കട്ടപ്പ ശൈത്യ, ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ പാവം. ഈ കുട്ടിക്ക് സത്യം ആക്സെപ്റ്റ് ചെയ്തുകൂടെ? വിന്നർ ആരാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഒന്ന് മനസ്സിലാക്കും, ഒന്ന് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ പറയുന്നത് പുള്ളിക്കാരി 15 ലക്ഷത്തിന്റെ പണി വിനുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയക്കാരൊക്കെ കൂടി വിജയിപ്പിച്ചതാണെന്ന്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയക്കാരൊക്കെ തന്നെ വിജയിപ്പിച്ചതാണ്. നിങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്ന് കാട്ടിക്കുട്ടിയ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മനസ്സിലാക്കി പ്രേക്ഷകരെല്ലാവരും കൂടി അനുമോളുടെ കൂടെ നിന്ന് വിജയിപ്പിച്ചതാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരാഴ്ച കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കാണ് ആ മനുഷ്യൻ 2ാം സ്ഥാനത്തേക്ക് പോയത്. ആ വ്യക്തിയോട് കൊടും ക്രൂരത ചെയ്തിട്ട് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്. അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. അല്ല, നേരത്തെ പറഞ്ഞു വിനുസാറും സോഷ്യൽ മീഡിയയും യൂട്യൂബേഴ്സും കൂടിയിട്ടാണ് അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പൊ പറയണോ ശൈത്യാണ്. ആരാണ് വാങ്ങിച്ചു കൊടുത്തത്? സത്യത്തിൽ ആരാണ്? അതിലാദ്യം ഒന്ന് ഉറപ്പ് പറയും. ആ ഒരു നിലപാടിൽ ആദ്യം ഉറച്ചു നിൽക്കുക. ആദ്യം പറഞ്ഞു 15 ലക്ഷം കൊടുത്തിട്ടാണ്. ഇപ്പൊ പറയണോ ശൈത്യാണ് വാങ്ങിച്ചു കൊടുത്തത്. സത്യം പറഞ്ഞു, ആദ്യം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക കുട്ടി. രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഓരോ നിലപാടുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ശൈത്യക്ക് വിന്നേഴ്സിന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അഖിലേട്ടനെയൊക്കെയാണ് പറയുന്നത്, അഖിൽമാരാറൊക്കെയാണ് പറയുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് കളിച്ചതെന്നും ബുദ്ധിപൂർവ്വം കളിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞത് മറന്നോ? ഇവരോട് തന്നെ മുഖത്ത് നോക്കി ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടല്ലോ സീസൺ 7 അഖിൽമാരാർ എങ്ങനെയാണ് കളിച്ചത്? ബുദ്ധി ഉപയോഗിച്ച്. അതുപോലെയൊക്കെ കളിക്കൂ എന്ന് ലാലേട്ടൻ പറഞ്ഞത് മറന്നുപോയോ? എന്നിട്ട് ഇപ്പം പറയാണ് അഖിലേട്ടൻ PR കൊണ്ടാന്ന്. ഏറ്റവും കൂടുതൽ വെറുപ്പുമായിട്ട്, പ്രേക്ഷകരുടെ വെറുപ്പുമായിട്ട് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയ ഒരു കണ്ടസ്റ്റന്റാണ് അഖിൽമാരാർ. ഞാൻ കരുതിയത് ആദ്യത്തെ ആഴ്ച ആള് ഔട്ടായി പോകുന്നതാണ്, ഔട്ടായി പോകുന്ന തന്നെ വിചാരിച്ചു. പക്ഷെ ആ വെറുപ്പ് സ്നേഹമാക്കി മാറ്റാനൊരു കഴിവ് വേണം. ഇത്രയും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നു. മാത്രമല്ല റോബിനോടെ കത്തി തിളങ്ങി നിൽക്കുന്ന സമയവും കൂടിയാണ്. റോബിനെ എതിർത്ത് നിന്ന ഒരു കണ്ടസ്റ്റന്റാണ് അഖിൽമാരാർ. അപ്പോൾ അഖിൽമാരോട് അത്രത്തോളം വെറുപ്പും അത്രത്തോളം ദേഷ്യം. അഖിൽമാരാർ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. എന്നിട്ട് അവരെയൊക്കെ ഫാൻസ് ആക്കി മാറ്റിയ ആളാണ് അഖിൽ. അതെന്തുകൊണ്ടാ? ഇതുപോലെ ബാക്കിൽ കൂടെ കുത്തിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കട്ടപ്പാര വെച്ച് കുത്തിന്ന് പറഞ്ഞാൽ ട്രോളിക്കൊണ്ടുള്ള പാട്ട് വെച്ചിട്ട് ഫിനാലയിൽ ഡാൻസ് ഒന്നും കളിപ്പിച്ചിട്ടില്ല. അഖിലിനെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അഖിൽമാരാറെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷെ അത്രയും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണോ. എന്നിട്ട് പറയാണ് അവരും പൈസ കൊടുത്തിട്ടാണെന്ന് കയറുന്നത്. അപ്പോൾ ഈ ശൈത്യക്ക് ഈ വിന്നേഴ്സിന് ഇഷ്ടമല്ലേ? ഒരു കാര്യം മനസ്സിലാക്കാം, കലാകാരിയല്ലാത്തവരെ ഈ ലോകം അംഗീകരിക്കില്ല. ഈ വൃത്തികെട്ട ലോകം അങ്ങനെയാണ്. കഴിവില്ലാത്തവരെ അംഗീകരിക്കില്ലെന്നേ. കഴിവുള്ളവരെയാണെങ്കിൽ ഇതുപോലെ അംഗീകരിച്ച് അവരെ പൊക്കി കൊണ്ടുപോകും. നമ്മളെപ്പോലെ കഴിവില്ലാത്തവരെ അംഗീകരിക്കില്ലെന്നേ. വിട്ടുകള പോട്ടെ, സാരില്ല, കുറച്ചവിടെ മാറി നിന്ന് കരയി. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാരി വാഷ്റൂം ഏരിയയിൽ പോയി കഴിഞ്ഞിട്ട് ഇയാളെ ഡബിൾ പുറത്ത് വേറെ അകത്ത് വേറെ. ബാത്റൂമിൻ്റെ അവിടെ പോയിട്ട് എന്നെ യൂട്യൂബിൽ വലിച്ചു കീറാണ്, കമൻറ്റ് ബോക്സിൽ എന്നെ പൊങ്കാലിടാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആ ശൈത്യ എന്നല്ലേ ഈ ശൈത്യ? അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടോ? മുടി കട്ട് ചെയ്ത് കുറച്ച് കളറും ചെയ്തെന്നതിൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചെന്നെ കൊച്ചു കൊള്ളി എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാ. മാരാരെയൊക്കെ വെല്ലുവിളിച്ചിട്ട് അനീഷ് ജയിക്കും എന്നൊക്കെ പറഞ്ഞ് തൊപ്പി വന്നിട്ട് നാട് വിട്ടു പോകണോ എന്ന് വരെ തീരുമാനിച്ച ആളാണ് തൊപ്പി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ പറയണം മാരാരുടെ മുന്നിൽ എത്രത്തോളം താന്നാണ് നമ്മൾ കണ്ടു എന്ന്. കഷ്ടം. അഖിലേട്ടൻ റിയാക്ട് ചെയ്യില്ല. കാരണം അഖിലേട്ടൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പോയി കണ്ടു നോക്ക്. കഴുതകൾ പോലും നാണിച്ചു പോകും. ഇത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കി റഷ്യൻ വിപ്ലവം എടുത്തിടാൻ അതിനെക്കുറിച്ച് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ അടിക്കും.
അവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പിടിച്ചു പറ്റാനായിട്ട് നിലപാട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരിക്ക് ഓരോ തവണ ഓരോ നിലപാടാട്ടോ, അത് മാറ്റൂല. നമ്മൾ വിചാരിച്ചാലൊന്നും മാറ്റില്ല. അതായത് നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ, ഞാൻ ഇങ്ങനെയാണെന്ന്. ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം, എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അനുമോളെ മാത്രം വൈറലാക്കിയാൽ മതിയോ? പുള്ളിക്കാരിക്ക് ആഗ്രഹം ഉണ്ടാവില്ല, എല്ലാണ്ടൊന്നും കാര്യമില്ലെന്നേ. ഈ പുള്ളി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ, നമുക്കൊക്കെ എല്ലാവർക്കും കൂടി ഇത് 1 മില്യൺ ആക്കി കൊടുക്കാതെ. ഞാൻ വിചാരിച്ചാണ് ഇതിനൊന്ന് റിയാക്ട് ചെയ്യേണ്ടത്, ഇതിനൊക്കെ റിയാക്ട് ചെയ്ത് എന്തിനാണ് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു അഭ്യർത്ഥന ഉണ്ട്, അത് നമ്മൾ മാനിക്കണ്ടേ. അനുമോളെ മാത്രം അങ്ങോട്ട് പൊക്കിയാൽ മതിയാ. ശൈത്യം അടിപൊളിയാണ്. സോ ഈ വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇന്നലെ ഉണ്ടോ ഞാൻ കണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ പേര് ഇങ്ങനെ കുത്തി പൊക്കുന്നുണ്ട്. എന്താ മറ്റേ അമൃത ടി വിയിൽ മറ്റേ ഷോയ്ക്ക് വന്നപ്പോൾ തലകറങ്ങി വീഴുന്നതും പൊട്ടി കരയുന്നതും ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കുശുമ്പും കുന്നായ്മയുള്ള വ്യക്തി ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ആക്സെപ്റ്റ് ചെയ്യുക, സത്യം ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. എന്തിനാ സത്യം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നത്? വിജയിച്ചു, കഴിവുള്ളവർ വിജയിച്ചു, കഴിവില്ലാത്തവർ നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് എന്താ ചെയ്യുക? മാക്സിമം അവരെയൊക്കെ കണ്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലുള്ള ദുഷിപ്പ് കുശുമ്പ് അസൂയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും നമ്മുടെ ലൈഫ്. ഞാനല്ലേ പറയുന്നത്, ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ ശൂന്യാകാശത്ത് നിന്ന് ശൈത്യ ലാൻഡ് ചെയ്തു. അതിൻ്റെ രോദനമാണ് നമ്മൾ ഈ കേട്ടത്. എന്താല്ലേ?